ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ് ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. പക്ഷേ ആ കാത്തിരിപ്പ് നീളുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് കഴിഞ്ഞ സാവോ പോളോക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ കളിക്കും എന്നായിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ കളിച്ചില്ല. നോറോസ്റ്റയ്ക്കെതിരെ എന്തായാലും നെയ്മർ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. ആ മത്സരത്തിലും നെയ്മർ കളിച്ചില്ല. ഇനിയും കാത്തിരിപ്പ് നീളുകയാണ്. അതായത് അത്ലറ്റിക് പാരനൈൻസിനെതിരെ ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. പക്ഷേ അത് സിന്തറ്റിക് ടർഫിലാണ്. ആ മത്സരത്തിൽ നെയ്മർ കളിക്കില്ല. ചുരുക്കത്തിൽ ഫെബ്രുവരി 16 വെലോ ക്ലൂബെ എന്ന ടീമിനെതിരെ ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. ആ മത്സരത്തിലായിരിക്കും നെയ്മർ ജൂനിയർ തിരിച്ചു വരിക എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 16 പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ആ ഒരു മത്സരം നടക്കുക. ഏതായാലും നെയ്മർ ജൂനിയർ നിലവിൽ ഓക്കെയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കളിപ്പിക്കാത്തത്? അതിനുള്ള ഒരു വിശദീകരണം സാന്റോസിന്റെ പരിശീലകനായ വോയ്വോദ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് വേണ്ടത് ഏറ്റവും മികച്ച നെയ്മറെയാണ്, അതുകൊണ്ട് തന്നെയാണ് ധൃതി പിടിക്കാത്തത് എന്നാണ് സാന്റോസിന്റെ കോച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ വളരെ സാധാരണമായ രീതിയിൽ ഞങ്ങളോടൊപ്പം ട്രെയിനിങ് നടത്തുന്നുണ്ട്. പരിക്കിൽ നിന്നും ഇപ്പോൾ നെയ്മർ മുക്തനായിട്ടുണ്ട്. എല്ലാ ആക്ടിവിറ്റികളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അദ്ദേഹം തിരിച്ചെത്തണമെന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷേ തിരിച്ചെത്തുമ്പോൾ ഏറ്റവും കരുത്തനായ നെയ്മർ ആയിരിക്കണം. വളരെയധികം തയ്യാറായ ഒരു നെയ്മറെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കാത്തത്. 1-on-1 നമുക്ക് പഴയ നെയ്മറെ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല സഹതാരങ്ങളെ അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യുകയും അവരിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു ശരിയായ സമയത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നെയ്മർ ഓക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല. ഇതാണ് സാന്റോസിന്റെ കോച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ ഇപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായിട്ടുണ്ട്. പക്ഷെ എല്ലാ നിലക്കും നെയ്മർ ജൂനിയർ തയ്യാറാവാൻ വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഏറ്റവും മികച്ച ഒരു നെയ്മറെയാണ് ഇപ്പോൾ തങ്ങൾക്ക് ആവശ്യം എന്നാണ് വോയ്വോദ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്ത ബ്രസീലിന്റെ സ്ക്വാഡിൽ ഇടം നേടുക എന്നുള്ളതാണ് നെയ്മറുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇനിയുള്ള മത്സരങ്ങളിൽ സാന്റോസിന് വേണ്ടി മികച്ച പ്രകടനം നെയ്മർ പുറത്തെടുക്കേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.